പെട്രൈസസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു സംരംഭമല്ല. പെറ്റ്സിന്റെ ഒരു സർവീസ് അല്ല നമുക്കുള്ളത്, 25+ സർവീസുകൾ. പക്ഷെ അതിനുള്ള സാഹചര്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. വേറെവർ യു ഗോ ഐ ആം ദേർ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിലോ ഒതുങ്ങിത്തീരുന്നതല്ല. ഞാൻ നീന തോമസ്. പെട്രൈസസിന്റെ ഒരു ജേർണിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പെട്രൈസസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു സംരംഭമല്ല. എത്രയോ നാളത്തെ ഞങ്ങളുടെ ഹാർഡ് വർക്കിങ്ങിന്റെയും പ്ലാനിങ്ങിന്റെയും ഞങ്ങളുടെ ഒരു വിഷന്റെയും ഒരു ഔട്ട്പുട്ട് ആണ് പെട്രൈസസ്. ഇന്ന് ഏകദേശം 9 മാസത്തോളം എത്തി നിൽക്കുകയാണ് പെട്രൈസസ്. അപ്പം പെട്രൈസസിൽ അന്നു മുതലുള്ള ഞങ്ങളുടെ കോ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആതിര, ശരണ്യ, കിരൺ, ഞങ്ങൾ ഇത്രയും പേരാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി പെട്രൈസസിന്റെ ജേർണിയെ കുറിച്ച് കൂടുതലായിട്ട് ആതിര പറയും. പെട്രൈസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ അഗ്രിഗേറ്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് പെറ്റ്സിന്റെ 25+ സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ലൈഫ് ഷെഡ്യൂൾ ഭയങ്കര ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അവർക്ക് പുറത്ത് കൊണ്ടുപോയി ഡോഗ്സിനെ ഗ്രൂമിങ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ എന്നോട് ഓരോ പെറ്റ് പാരൻസ് വിളിക്കുമ്പോൾ നിങ്ങൾ ഓൺ സൈറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മൾ ചെയ്യുന്ന ടൈം, നമ്മൾ തുടങ്ങിയത് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് തന്നെ എല്ലാം ഓൺ സൈറ്റ് ആണ്. അതായത് നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഹൈജീനിക് ആയിരിക്കുമോ, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണോ വരുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു സർവീസ് ആദ്യം നമ്മൾ ഒരു പെറ്റ് പാരന്റിലേക്ക് എത്തിക്കുകയും അപ്പോൾ ഈ പെറ്റ് പാരന്റ്സിന്റെ ഫീഡ്ബാക്കിലൂടെയാണ് സത്യം പറയുന്നത് നമ്മൾ ഓരോ ഗ്രൂമിംഗ് ആയിട്ട് ഓരോ സർവീസുകളായിക്കോട്ടെ, പെറ്റ്സിന്റെ ഒരു സർവീസ് അല്ല നമുക്കുള്ളത്, 25+ സർവീസ്. കോഴിയോ പട്ടിയോ പൂച്ചയോ ഏതുമാവട്ടെ അവർക്ക് വേണ്ടുന്ന സർവീസുകളാണ് നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ പെട്രൈസസിന്റെ ഫോണിൽ കോൾസ് വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ പെട്രൈസസ് എന്താണ്, നമ്മൾ എന്ത് സർവീസാണ് ചെയ്യുന്നത് എന്ന് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടാസ്ക്. പെറ്റ്സിന്റെ ഇനിയൊരു സർവീസ് വേണം എന്ന് പറഞ്ഞ ഒരു പെറ്റ് പാരന്റ് എന്നെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്രൈസസ് എന്താണെന്നുള്ളതാണ് ഞാൻ ആദ്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ അവരെ ക്ഷമാപൂർവം അവരെ ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അവരുടെ പ്രശ്നം എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ക്ഷമാപൂർവം കേട്ടതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ഒരു ആൻസർ ഞാൻ കൊടുക്കും. അപ്പോൾ അവർ പറയുകയാണ് ഇന്നല്ല, എനിക്ക് ഈ ഗ്രൂമിങ് ഇതല്ല വേണ്ടത്, എനിക്ക് നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുവന്നാണ് ചെയ്യേണ്ടത്, എനിക്ക് ഓൺ സൈറ്റ് വേണ്ട. അങ്ങനെ നിർബന്ധം പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ ഷോപ്പുകളിലേക്ക് നമ്മൾ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. നമസ്കാരം, ഞാൻ ശരണ്യ. കഴിഞ്ഞ 6 മാസമായി പെട്രൈസ് ഫാമിലിയോടൊപ്പം ഞാനുമുണ്ട്. ഞാനിവിടെ ഒരു പെട്രൈസ് ഫാമിലി എന്ന് പറയാൻ കാരണം ഇതെൻ്റെ ഫാമിലി തന്നെയാണ്. എനിക്കിത് ഒരിക്കലും ഒരു കമ്പനി അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നിയിട്ടില്ല. പെട്രൈസ് എന്ന് പറയുന്നത് പെറ്റ് പാരന്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളുടെ പെറ്റ് പാരൻസിനെ എങ്ങനെ പെറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള പോസ്റ്റേഴ്സും അവയർനെസ്സും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. പെട്രൈസിൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് അതിനെ പറഞ്ഞ പോലെ ഗ്രൂമിങ്ങിനാണ്. അപ്പോൾ ആ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൺസൈറ്റ് ആണ് നമ്മൾ ഗ്രൂമിങ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഓൺസൈറ്റ് ഗ്രൂമിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ന് പഴയതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്ന് അതിന് വേണ്ടി നമ്മളെ വിളിക്കുന്നുണ്ട്. പെട്രൈസസ് എന്ന് പറയുമ്പം ഒരിക്കലും അതൊരു ബിസിനസ് മാത്രമല്ല, നമുക്കതിൽ കുറച്ച് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഇന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ അഡോപ്ഷൻ, റെസ്ക്യൂ, ഡൊണേഷൻ, ഈ 3 കാര്യങ്ങളാണ് പെട്രൈസിൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള സോഷ്യലി കമ്മിറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി പേര് ഇന്ന് അഡോപ്ഷനായിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. തെരുവുകളിലും മറ്റും ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന നായ്ക്കൾ, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തി എന്തെങ്കിലും അസുഖമാവുമ്പം അവരെ വീട്ടിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന പെറ്റ് പാരൻസ് ഉണ്ട്. അങ്ങനെയുള്ള നായ്ക്കളും പൂച്ചക്കുഞ്ഞുങ്ങളും ഒക്കെ. അപ്പോൾ അവരെല്ലാം നമ്മൾ വളരെയധികം കെയറിങ്ങോട് കൂടി തന്നെ അഡോപ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൊണേറ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ്. എങ്ങനെയുള്ള പെറ്റ്സിനെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാൽ പെറ്റ്സിനെ സ്നേഹിക്കുന്ന നല്ല രീതിയിൽ നോക്കുന്ന പെറ്റ് പാരൻസ് ഉണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അതിപ്പോൾ എക്കണോമിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അതിനുള്ള സ്പേസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആ പെറ്റിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കും. ഒരു പക്ഷേ അവർക്ക് നോക്കണം അറിയാമെങ്കിലും അതിനുള്ള പൈസ അവരെ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെറ്റ്സിന് വേണ്ടി, ആ പെറ്റ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ ഡൊണേറ്റ് ചെയ്തെടുക്കാറുണ്ട്. പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു.
അതിൽ ഇപ്പോൾ നമുക്ക് ഫുഡുണ്ട്, പെറ്റ് ഫുഡുണ്ട്, മെഡിസിൻ ഉണ്ട്, ആക്സസറീസ്, ടോയ്സ് ഉണ്ട്. പിന്നെ 25+ സർവീസസ് ആണ്. അതിൽ ഓൺസൈറ്റ് ഗ്രൂമിംഗ് ഉണ്ട്, ഓൺസൈറ്റ് കൺസൾട്ടേഷൻ ഉണ്ട്, വാക്സിനേഷൻ ഉണ്ട്, കേജ് നിർമ്മാണമുണ്ട്, അതിൽ കേജ് സെറ്റിംഗ് ഉണ്ട്, കേജ് മെയിൻ്റനൻസ് ക്ലീനിങ് ഉണ്ട്, വേസ്റ്റ് ഡിസ്പോസൽ വരുന്നുണ്ട്, അക്വേറിയം സെറ്റിംഗ് വരുന്നുണ്ട്, അതിൽ മന്ത്ലി മെയിൻ്റനൻസ് ഉണ്ട്, അതിന്റെ ക്ലീനിങ് ഉണ്ട്, പെറ്റ് ബോർഡിംഗ് ഉണ്ട്, PG ഫെസിലിറ്റി ഉണ്ട്, കെയർ ടേക്കർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പെട്രിമോണി എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു മൊഡ്യൂളാണ്. അതുണ്ട്. പെട്രിമോണി, മാട്രിമോണി പോലെ തന്നെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പെട്രിമോണി ഉണ്ട്. പിന്നെ അതിന്റെ ഫ്യൂണറൽ സർവീസിൽ തുടങ്ങി കിളികളുടെ DNA എല്ലാം, അങ്ങനെ 25+ സർവീസസ് ആണ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പെറ്റ് റൈസസിന്റെ വിഷൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിരൺ സംസാരിക്കും. നമസ്കാരം, ഞാൻ കിരൺ. എന്നിൽ അർപ്പിതമായിട്ടുള്ളൊരു കർത്തവ്യം എന്ന് പറയുന്നത് പെറ്റ് റൈസസിനെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം പെറ്റ് റൈസസ് തിരുനെല്വേലി അല്ലെങ്കിൽ ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ആദ്യത്തെ എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ മനസ്സിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ജില്ലയിലായിരിക്കും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിച്ചപ്പം നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണല്ലോ. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതിന് എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ അടുത്തുള്ള ജില്ലകളായ കന്യാകുമാരി, നാഗർകോവിൽ, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി എന്നുള്ള ജില്ലകളിലോട്ട് നമുക്ക് ആദ്യം ഒന്ന് കൊണ്ടുപോയിവിടാം എന്നുള്ള ചിന്തയും വരികയും അതിന്റെ ബേസിൽ നമ്മൾ പല ജില്ലകളിൽ പോയി വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതിനുശേഷം നമ്മൾ അവിടെ ഒരു മാസത്തിന് മുന്നേ നമ്മളവിടെ ലോഞ്ച് ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അവിടെ വളരെ നല്ലൊരു സ്കോപ്പും ഇത് ഉള്ള ഒരു ഏരിയ ആണ് പെറ്റ് റൈസസിന് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കന്യാകുമാരിയിൽ നിന്നും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ആവശ്യകതകൾ മനസ്സിലാക്കി നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവിടുത്തെ പെറ്റ് പാരൻസിന് പെറ്റിനെ കുറിച്ചുള്ള അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ട രീതിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പല പെറ്റ് പാരൻസിനെയും നേരിട്ട് പോയി സന്ദർശിക്കുകയും അവരുടെ പെറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലിയർ അവയർനെസ് കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പം അപ്കമിങ് ഡേയ്സിൽ നമ്മൾ ഈ പെറ്റ് പാരൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ അവയർനെസ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. ഓഫ്ലൈൻ ആയിരുന്നാലും ശരി, ഓൺലൈൻ ആയിരുന്നാലും ശരി. പണ്ടേതോ സിനിമയിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ wherever you go, I am there എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിലോ ഒതുങ്ങിത്തീരുന്നതല്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിൽ എവിടെയെല്ലാം പെറ്റ്സ് ഉണ്ടോ അവിടെയെല്ലാം പെറ്റ് റൈസസിന്റെ സാമീപ്യം അറിയിക്കണം എന്നുള്ളതാണ് പെറ്റ് റൈസസിന്റെ ഏറ്റവും വലിയൊരു മോട്ടോ എന്ന് പറയുന്നത്. പെറ്റ് റൈസസ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. പെറ്റ് റൈസസ് പെറ്റ്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പെറ്റ് റൈസസ് ഉണ്ടാവും. നിങ്ങൾക്ക് പെറ്റ് പാരൻസിന് ഉറപ്പായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ട ഒരു നമ്പർ തന്നെയാണ്. അപ്പം ഞാൻ താഴെ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ പെറ്റ് റൈസസിൻ്റെ 9 month ജേർണിയിൽ നിന്ന എല്ലാ പെറ്റ് പാരൻസിനും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഈ 9 month പോകാൻ പറ്റുന്നതേ അല്ല. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും വേണം. എന്നാലേ പെറ്റ് റൈസസ് വേൾഡ് വൈഡ് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പെറ്റ് പാരൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്രയും നിങ്ങൾ നമ്മുടെ ജേർണിയിൽ കൂടെ നിന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേർന്നുകൊണ്ട് നന്ദി പറയുവാണ്. പെറ്റ് റൈസസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പെറ്റ്സ്.